ഇപ്പോൾ കേൾക്കുന്നത് ഹൈക്കമാൻഡ് വിളിച്ചു പറഞ്ഞു, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, MLA-മാരുടെ ഭൂരിപക്ഷം നോക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് ഇത് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്നത്, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നൽകിയിരുന്ന സൂചന. എങ്കിൽ പോലും 3 പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ KPCC-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമല്ലല്ലോ, AICC എന്നുള്ള വേണുഗോപാലും വരെ ഇവിടെ വന്ന് എത്തി നിൽപ്പുണ്ട്. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ ത്രയങ്ങളുടെ കൂടെ UDF-ൻ്റെ കൺവീനർ വേണമെങ്കിൽ വരാം. ഈ ഒരു തർക്കം ഈ 4 പേരിലേക്ക്, അല്ലെങ്കിൽ 3 പേരെങ്കിലും എടുത്തോളൂ, ഈ 3 പേരിലേക്കെങ്കിലുമൊക്കെ തർക്കങ്ങൾ തുടങ്ങിയാൽ ഇവിടെയല്ല നിൽക്കുക. സീറ്റ് വിഭജനം എത്രയും ഭംഗിയായി തീർക്കുക ഘടകകക്ഷികളുമായി ചേർന്ന്, അത് മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അത് നിൽക്കുക. അതോടൊപ്പം പാർട്ടിക്കകത്തുള്ള സീറ്റുകളിൽ കൃത്യമായി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ പണി പാളാൻ പോവുകയാണ്. കാരണം CPM-ൻ്റെ കൗണ്ടർ സ്ട്രാറ്റജി പഴയ MLA-മാരെ മിക്കവാറും എല്ലാവരെയും നിലനിർത്താനാണ്. MLA-മാരുടെ ഗുഡ് വില്ലിൽ ഊന്നിക്കൊണ്ടാണ് CPM-ൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ പോലും ഇത് പ്രശ്നമാകും. പിന്നെ CPM-നേക്കാൾ കാലുവാരലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പണി കൊടുക്കലും പണ്ടേ കോൺഗ്രസ്സിലുണ്ട്. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം കോൺഗ്രസ്സിന് പണിയാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ 100 എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി വെക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ ചരിത്രം അങ്ങനെയല്ല. പ്രദേശം ജയിച്ചതുകൊണ്ട് മാത്രം ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത സർക്കാരിലേറാനുള്ള സാധ്യത 50-50 അല്ലെങ്കിൽ 40-60 പോലുമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ 100-ലേക്ക് എളുപ്പമെന്ന് ചോദിച്ചാൽ അങ്ങനെ എളുപ്പം എന്ന് പറയാറായിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങൾ മുഴുവൻ തൽക്കാലം UDF-ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലം തന്നെയാണ്.